ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി വീഡിയോ കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണട്ടെ എല്ലാവരും. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ കോർഫക്കാനിലുള്ള കാലിക്കട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ന്യൂ കാലിക്കട്ട് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർക്ക് ഒരു എന്താ പറയുക, അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ അത്. അതായത് പണ്ട് കാലത്ത് ഇവിടെ ഈ കോർഫക്കാനിലായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ കപ്പലിൽ വന്നിട്ട് അവിടുന്ന് നീന്തി കയറി കോർഫക്കാനിലോട്ടായിരുന്നു കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നത് ഇവരായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കയ്യിൽ ക്യാഷ് കൊടുക്കുമായിരുന്നു, പിന്നെ അവർക്ക് വേണ്ട ഫുഡ്, വസ്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്ത് ഇവർ സഹായിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒത്തിരി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് അറബികൾ അവർക്ക് പൈസ കൊടുക്കുകയും അവർ മുഖാന്തരം ഇവർ മറ്റുള്ളവരെ സഹായിക്കുകയും അങ്ങനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവർ നല്ല ആൾക്കാരാട്ടോ. അവർ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങോട്ടാണ്, ആ റെസ്റ്റോറൻറ്റോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവരെ കണ്ടൊന്ന് സംസാരിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പോർച്ചുഗീസുകാരുടെ ഒരു പഴയ ഒരു പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ അത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കാലിക്കട്ട് റെസ്റ്റോറൻറ്റും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു നല്ലൊരു ഭംഗിയിലാണ് അത് അവർ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. ഓക്കെ, പണ്ടുണ്ടല്ലോ ഈ UAE ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നേരെ നോക്കിയേക്ക് കേട്ടോ, ഈ ഏരിയ എല്ലാം അവരുടെ ഒരു അധീനതയിലായിരുന്നു കേട്ടോ. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ, കോർഫക്കാൻ പോർച്ചുഗീസ് ഫോർട്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നോക്കി ഇതിന്റെ ചുറ്റോട്ടം നോക്കി, അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്തേക്കുന്നത്. പഴയ ടൈപ്പിലുള്ള പലക തടിക്കഷ്ണം വെച്ചിട്ടുള്ള ഗേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഇതെന്താ സംഭവം എന്നറിയാം, UAEക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പൊ അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു അധീനതയിലായിരുന്നു ഈ ഒരു ഏരിയ മൊത്തം. ഈ കോർഫക്കാന്റെ ഈ ഒരു പോർട്ട് സൈഡ്, ഞാനിപ്പോ നിൽക്കുന്നത് ഈ പോർട്ട് സൈഡിലാണ്. നിങ്ങൾക്ക് കാണാം, അപ്പുറത്ത് പോർട്ടാണ് ഇത് വേണ്ട. അപ്പുറ സൈഡിൽ പോർട്ട്, പിന്നെ ഇപ്പുറ സൈഡിൽ ഈ പോർച്ചുഗീസിന്റെ അന്നത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആട്ടോ ഉള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഒരു കപ്പൽ ഇരിക്കുന്നുണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ, അല്ലാതെ ഒറിജിനൽ അല്ല. അവരായിരുന്നു അന്ന കാലത്ത് ഇവിടെ കച്ചവടങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അതിനുശേഷം ഇവിടെ UAEക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇവിടുത്തെ ആൾക്കാരെ കയ്യിലോട്ട് വന്നതും. പിന്നെ ആണ് ഇവിടുത്തെ ആൾക്കാർ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് എടുത്ത് ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോർഫക്കാനിലായിരുന്നു കച്ചവടങ്ങൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുജറ, ഡിബ, ഈ ഭാഗത്തു നിന്നെല്ലാം കംപ്ലീറ്റ് ആൾക്കാരും ഇവിടെ ആയിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് അതായത് വീക്കെൻഡ്, ഫ്രൈഡേ ഉള്ള ദിവസങ്ങളെല്ലാം ഇവിടെ ഭയങ്കര തിരക്ക്, കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അതേപോലെ ആൾക്കാരായിരുന്നു ഇവിടെ പണ്ട് ഇങ്ങനെ കച്ചവടത്തിനായിട്ട് വന്നിരുന്നേക്കുക. ആ കൂട്ടത്തിലാണ് നമ്മളെ ഈ കടലെല്ലാം നീന്തി കയറി ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും നമ്മളെ കേരളത്തിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ നീന്തി കയറി വന്നിട്ടുണ്ടെന്ന് കേട്ടോ പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ചെറിയ ഹിസ്റ്ററി എന്ന് പറയാം കേട്ടോ ഇതിന്റെ. ഈ ഏരിയയൊക്കെ ഇവിടുത്തെ പുരാതനമായ ഏരിയകളാട്ടോ. ഇവിടുത്തെ പഴയ ഹോട്ടലുകളും അതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ കഴിക്കാനുള്ള ഇതൊരു കഫ്റ്റീരിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു വഞ്ചി, പഴയ കാലത്ത് ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ ഒരു വഞ്ചി. അതുപോലെ ഇത് കണ്ടോ, പണ്ടത്തെ പെട്രോൾ മാക്സ് നമുക്ക് 2 തൂക്കിയിട്ടേക്കുന്ന കണ്ടോ. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ പെട്രോൾ മാക്സ്. ഇതാട്ടോ കാലിക്കട്ട് റെസ്റ്റോറൻറ്റ്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊരു ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഒന്ന് പോയിക്കോട്ടെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഇത് ഏറ്റവും ഒരു പഴയ ഹോട്ടലാട്ടോ. ഇവിടുത്തെ ഒരുപാട് പഴയ ഹോട്ടലാട്ടോ. അപ്പോൾ ഇവിടുത്തെ സിദ്ദിഖാക്ക എന്ന് പറഞ്ഞ ആളാണ് ഓണർ.
ആളുടെ മോനാട്ടോ ഇത്. പുള്ളിക്ക് എന്താ പറയാനുള്ളത് നോക്കാട്ടോ. എന്താ ചേട്ടാ പറയാനുള്ളത് ഈ ഹോട്ടലിനെ കുറിച്ച്? ഇവിടെ 48 വർഷമായി ഓക്കെ. ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ ഫാദർ ഏറ്റെടുത്തിട്ട് 48 വർഷമായി. അതിന് മുന്നേ ഹോട്ടലുണ്ട്. ഓക്കെ. നമ്മളിപ്പോ ഇവിടെ സ്വാധീനം കിട്ടുന്നതിന് മുന്നുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എന്നാ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. ഓക്കെ. ഇതിന് മുന്നത് നമ്മുടെ സബക്ക റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ തിരൂര്. അവരുടെ ഫാദറിൻ്റെ ഇരുന്നത്. എൻ്റെ ഫാദറോട് വന്ന് ഡേറ്റ് സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ഫാദർ ഇപ്പോൾ ഇവിടെ ഇല്ല, അച്ഛനും ഒഴിക്കുകയാണ്. ഉമ്മയും കൂടിയിട്ട് അതോടെ ഇല്ല. നിങ്ങൾ ഇവിടെ കുറെ പണ്ട് മലയാളികൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളതിൽ ഒരു ഇടനിലക്കാര് മാത്രമാണ്. കാരണം ഇപ്പോൾ അത് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കുറെ അറിവുകൾ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് പൈസ തരുന്നുണ്ട്. നമ്മളെ ഇതിനെ വളരെ ഇതുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. നമ്മളത് ഇടയിൽ നിന്ന് കൊടുക്കുക, അല്ലാതെ നമ്മൾ സഹായിക്കലല്ല. അത് നമ്മളെ വിശ്വസിച്ചിട്ട് അവര് നമ്മളെ ഏൽപ്പിക്കുന്നത്. നമ്മളത് അതിന്റെ ലെവലിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പണ്ട് ഇവിടെ ഈ കടലിൽ നീന്തി കയറിയ ആൾക്കാർ വരുന്നെന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം? അത് പണ്ട് ഇതേപോലെ നമ്മുടെ ഫാദർ വരുന്നാട്ടി മുന്നേ നമ്മളും പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണ്. ഇവിടുന്ന് കഞ്ഞിമൗലാന എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് നടത്തിക്കൊണ്ട് വരും. അന്ന് ആള് ഇവിടുന്ന് മറ്റേ കടലിൽ കയറി നീന്തി വന്ന ആൾക്കാരനെ ഇവിടെ വന്ന് അവരാദ്യം വരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുപ്പര് അവർക്ക് വേണ്ട മലയാളികൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് വേണ്ട വണ്ടിച്ചെലവ് വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവുണ്ട്. അങ്ങനെ മൂപ്പര് ചെയ്തു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ നിങ്ങളെ ഹോട്ടലിൽ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ പുള്ളിന്റെ വാപ്പ എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കാലിക്കട്ട് റെസ്റ്റോറന്റ്. ഇതാണ് ഇഷ്യൂ ചെയ്ത് 1907. ഓക്കെ. ഓ ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടൽ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആട്ടോ ഇത്. 1977 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹോട്ടല്. ഓക്കെ. അപ്പൊ ഇതാണ് ചേട്ടൻ. അപ്പൊ ഇവിടുത്തെ അടിപൊളി ഹോട്ടലാട്ടോ. ഓക്കെ. ഇതിന്റെ മേലെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനുള്ള സ്ഥലമുണ്ട്. അടിപൊളി കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ ഒരു മിനിറ്റ്. ഇതിങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇതാട്ടോ വെളിയിലുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ വെളിയിലുള്ളത്. ഇത് അടിപൊളിയാട്ടോ ഒരു വെളിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് വെളി സൈഡ്. പിന്നെ അതാണ് ഇത് ഇവരുടെ ഉള്ളിലത്തെ ഇരിക്കാനുള്ള സെറ്റപ്പുകളാട്ടോ. പഴയ, അതായത് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പഴയ സംഭവമാണെന്നേ തോന്നുന്നു കേട്ടോ. നമുക്ക് ബിൽഡിംഗ് എല്ലാം മണ്ണ് വെച്ച് കെട്ടിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് എന്താ രസമല്ലേ, ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇവർക്ക് ഇത് ഉള്ളിലുള്ളത് അപ്പുറത്ത് ബീച്ച് സൈഡാട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു അടിപൊളി ഹോട്ടലാട്ടോ ഇത്. നല്ല സൂപ്പറായിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കണേ. ഓക്കെ. നിങ്ങൾക്ക് ഈ ബോക്സിനകത്തിരിക്കുന്ന പേപ്പർ കട്ടിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഈ കാലിക്കട്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉടമയായ ആൾക്ക് പണ്ട് കാലത്ത് കിട്ടിയ പുരസ്കാരങ്ങളും അതുപോലെ തന്നെ പണ്ട് ഇവിടെ 5 ദ്രംസിൻ്റെ വരെ വിസ ലഭിച്ചിരുന്നു. ആ കാലത്തെ വിസയും അതുപോലെ അവർക്ക് ലഭിച്ച ഓരോ അവാർഡുകളുമാണ് ഈ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ UAE ചരിത്രത്തിൽ ഒരു ഇടം നേടിയ ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. അപ്പോൾ ഒരുപാട് മലയാളികൾ, അന്യ രാജ്യക്കാർ, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഒരു സഹായം ലഭിച്ചൊരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമുക്ക് മലയാളി എന്ന രീതിക്ക് നമുക്കും അഭിമാനിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ നമുക്കിവിടെ വരുവാനും ഇവരെ കണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാനും ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. റെസ്റ്റോറൻറ്റിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കും അത് ഒരു അഭിമാനമായി എനിക്ക് തോന്നുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.